ഒരു ചെറിയ മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ അതൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം കണ്ട. അടിപൊളി വെള്ളം ഉണ്ടാ അല്ല, വെള്ളം എടുത്തിട്ട് കൊതി മാറുന്നില്ല. വെള്ളം എടുത്തിട്ടേ കൊതി മാറുന്നില്ല. കുടിച്ചോ നല്ല അടിപൊളി വെള്ളം. ഓഫ് ചെയ്യാൻ പറയട്ടെ. നിങ്ങളെല്ലാം വന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ നല്ല കേസ് കെട്ടും ഇനി വരട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പോട്ടെ, അത്രേ ഉള്ളൂ. ഉടച്ചോനെ കയ്യിൽ നിന്ന് അങ്ങനെ വീണ് കഴിഞ്ഞാലേ ഒരു കാര്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ കയറിക്കാം, നീ ഒന്ന് പോയി തന്ന. ഓ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. നമ്മ ഇന്ന് വന്നേക്കണത് എറണാകുളം കലൂരിലുണ്ടാ. കലൂരിൽ നമ്മ മുമ്പൊരു വർക്ക് ചെയ്തതിന്റെ കെയർ ഓഫിൽ കിട്ടിയേക്കണ വർക്കാണ്. അപ്പൊ കലൂര് സ്റ്റേഡിയത്തിന്റെ അടുത്ത് നമ്മ ചെയ്തിട്ടുള്ളത്, വാട്ടർ അതോറിറ്റിയുടെ അടുത്ത് നമ്മ ചെയ്തിട്ടുള്ളത്. ആ കെയർ ഓഫിൽ കിട്ടിയേക്കണ വർക്കാണ് ഇത്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മ അടിയിൽ മോട്ടോർ ലൈനിൽ കൊടുക്കാന്ന് വിചാരിച്ചാണ് വന്നായിരുന്നത്. അപ്പൊ ഇപ്പൊ മോട്ടോർ ലൈനിൽ കൊടുക്കണ്ട, ഗ്രാവിറ്റി കൊടുത്താൽ മതി എന്നാണ് ഇവിടുത്തെ ഇക്ക പറഞ്ഞേക്കണത്. ടാങ്ക് ഇവിടെ താഴെ തന്നെ ഇരിക്കണത്. ഇപ്പൊ ഈ ടാങ്ക് ഒരു 7 അടിക്ക് ഹൈറ്റിന് ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് ആ സ്റ്റാൻഡുമ്മ വെക്കാന്നാണ് പറയണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കണക്ഷൻ കൊടുത്തോണ്ടെന്നാണ് പറയണത് കേട്ടോ. മോട്ടോർ ലൈനിൽ കൊടുക്കുമ്പോഴേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിലിണ്ടർ നിർബന്ധമായിട്ട് ഇവിടെ കൊടുക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോ കൂടുതൽ ബെറ്റർ ഗ്രാവിറ്റി ചെയ്യണതായതുകൊണ്ടാണ് നമ്മളിപ്പോ ഗ്രാവിറ്റിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചേക്കണത്. ഇന്ന് നമ്മളെ മെയിൻ ആളില്ലട്ടാ. ഇന്ന് നമ്മളെ കൂടെ ഉണ്ടാവണ മെയിൻ ആയിട്ടുള്ള നമ്മളെ മുസ്തഫ ഇല്ല. ഇപ്പൊ ഞാനും എന്റെ ക്യാമറമാനും നമ്മളെ ഡ്രൈവർ അതേ വരുന്നു അങ്ങോട്ട് വീഡിയോ. അല്ലാ നീ വീഡിയോ പിടിച്ചോട്ടാ. നമ്മത് നിറച്ചിട്ട് ബാക്ക് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്തിട്ട് വെക്കും. അപ്പൊ നമ്മ ആദ്യം ഇടുന്നത് മുമ്പത്തെ പോലെ തന്നെ 1/2 ഇഞ്ച് സൈലക്സ് ആണ്. 1/2 ഇഞ്ച് സൈലക്സ് നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, അതിൽത്തായ നമ്മളെ ഡിസ്ക് ഫിൽറ്റർ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് സൈലക്സ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ഇഞ്ച് സൈലക്സ് ഇടും. പിന്നെ കോർ സാൻഡ്, ഫൈൻ സാൻഡ്, കെറ്റ്ലോക്സ് അങ്ങനെ. പിന്നെ നമ്മൾ ഇതിൽ കെറ്റ്ലോക്സും MN0 ഒക്കെ കൂടുതൽ ഇടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയൺ കണ്ടന്റ് ഇതിൽ കൂടുതലുണ്ട് വെള്ളത്തിന്റെ അവസ്ഥ. അപ്പൊ വെള്ളം അടിക്കുമ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറിനാണ് വെള്ളം വരുന്നത്. അത് ഓക്സിജനുമായി റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫൈൻ സാൻഡ് തന്നെ കേട്ടാ. ആകെ ഒരു തിരുത്താണല്ലുള്ള ഭാഗം ഈ ഷീറ്റ് വിരിച്ചാൽ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടാ. അല്ലെങ്കിൽ എന്തുരിക്കാനായിരുന്നു. പൈപ്പ് റാഞ്ച് പോലെ മുത്തെടുക്കാറില്ല ഇപ്പൊ. എന്നിട്ട് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെന്ന് സാൻഡുകളും എല്ലാം കഴിഞ്ഞ് കെറ്റ്ലോക്സിന് പറഞ്ഞു കേട്ടോ. അതെ നമ്മ കെറ്റ്ലോക്സും ആക്ടിവേറ്റഡ് കാർബണൊക്കെ ഇട്ട് കെറ്റ്ലോക്സ് കൂടുതലും ഇട്ടേക്കണ്. എന്നാലും നമ്മ കുറച്ച് MN0 കൂടി മോളിൽ കൂടി നമ്മ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ മോളിൽ ഈ കാർബണ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ ഏറ്റവും മോളിൽ കിടക്കുന്നത്. അപ്പൊ വെള്ളം വരുമ്പോൾ ആക്ടിവേറ്റഡ് കാർബൺ വെള്ളത്തിൽ പൊന്തിപ്പോവും ഇങ്ങനെ. അപ്പൊ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ അതിലേക്ക് കൂടെ ഒക്കെ വരും. അപ്പൊ അത് തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മ സാധാരണ ചെറിയ തരി മെറ്റലക്കിന് ഇട്ട് കൊടുക്കാറ്. പക്ഷെ അതിനും ഭേദം നമുക്ക് ഈ ആക്ടിവേറ്റ് ഈ MN0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സീറ്റിംഗ് ആവുകയും ചെയ്യും. ഈ അയൺ റിമൂവറാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെ നമ്മളെ
എല്ലാ സെറ്റിങ്ങും കഴിഞ്ഞിട്ടാ, എല്ലാ സെറ്റിങ്ങും കഴിഞ്ഞ് നമ്മ ഇനി ഇതിന്റെ മൾട്ടിപോർട്ട് വാൽവ് സെറ്റ് ചെയ്യാൻ പോണു. അല്ല, നമ്മ ഇത് മുറിക്കുമ്പോഴേ ഇത് കുറച്ച് പൊന്തി മുറിക്കണമെങ്കിലുണ്ടല്ലോ ഇതിവിടെ ലോക്കാവും. അപ്പൊ ഇതില്ലേ ഈ വാഷർമ വന്ന് മുട്ടൂല, അപ്പൊ ഇതിലെ ലീക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് കറക്റ്റ് 1 ഇഞ്ച് മുറിക്കരുത് എന്ന് പറയുന്നത്. 1 ഇഞ്ച് മുറിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ 1 ഇഞ്ചിൽ എപ്പോഴും ഒരു 2 മില്ലിയൊക്കെ എന്തായണം നമ്മ താത്തി മുറിക്കണം. ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ ജോയിന്റ് നോക്കിയേ, കറക്റ്റ് ഇത് ഇനി വെള്ളം ലീക്ക് ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ആ പൈപ്പിന്റെ മുറിക്കലിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ സാധനം സെറ്റ് ആവില്ല. പിന്നെ ഇവിടെ നിന്ന് ലീക്ക് വരും. പിന്നെ ടൈറ്റ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് പൈപ്പ്. ഓക്കെ, ഇനി നമ്മളെ കണക്ഷൻ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഫില്ലിങ് കഴിഞ്ഞ് കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞ്. കണക്ഷൻ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ കണക്ഷൻ കൊടുക്കലിന് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടാങ്ക് താഴെ തള്ളിയിരിക്കുന്നത്. അപ്പൊ ഈ ടാങ്ക് ഇനി ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പൊ ഗ്രാവിറ്റി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ തൽക്കാലം നമ്മ പോണതിന് മുമ്പ് ഇത് നമുക്ക് ബാക്ക് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇനിയിപ്പോ പ്ലംബിംഗുകാർ വരുമ്പോ അവർക്ക് ഇതുമ്മൽക്ക് ജോയിന്റ് ചെയ്യേണ്ട പണി മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കണ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ മുകളിലേക്ക് വെള്ളം വരുന്ന പൈപ്പാണിത്. നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം വീണ പൈപ്പാണ്. അപ്പൊ ഇതുമൊന്ന് താൽക്കാലികമായിട്ടൊരു കണക്ഷൻ, ഇത് ഒട്ടിച്ചിട്ടൊന്നും ഇല്ലട്ടാ. അപ്പൊ താൽക്കാലികമായിട്ടുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം കയറ്റി വിട്ടിട്ട് നമ്മ ഇത് ബാക്ക് വാഷ് ചെയ്യാൻ പോകണം. ഇത് ബാക്ക് വാഷ് ചെയ്ത് ഇതിന്റെ എല്ലാ പൊടിയും കാര്യങ്ങളും അഴുക്കുകളൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് കണക്ഷൻ ഊരിടും. ഈ കണക്ഷൻ ഊരിടും. അപ്പൊ അവർക്ക് നേരെ ഇത് പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് ഇന്നും കൊടുക്കുക, ഇതിൽ നിന്ന് ഔട്ട് കൊടുത്തിട്ട് നേരെ ആ പൈപ്പിലേക്കും കൊടുക്കുക. അത്രയും പണിയുള്ളൂ ഇനി വരുന്ന പ്ലംബർമാർക്ക്. ബാക്ക് വാഷിന്റെ ഒക്കെ കൊടുത്ത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്ക് വാഷിന്റെ ഒന്നും ഇനി ചെയ്യാനില്ല. അപ്പൊ നമ്മളെ ദൗത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അവർ ചെയ്തോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലംബിംഗുകാർക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത് അവർക്ക് ഇതിന് കൊടുക്കേണ്ട കണക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഇത് ഇന്ന് വരുന്ന പൈപ്പാണ്. ഇതിലേക്ക് മോട്ടർ ലൈനിൽ ടാങ്കിൽ നിന്ന് നേരെ ഇതിലേക്ക് കൊടുക്കുക. ഇത് നേരെ ലൈൻ ബോയിങ് ആയിട്ടും നമ്മളെ ലൈനുകളിലേക്ക് പോണ പൈപ്പിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷൻ ക്ലിയർ ആയിട്ടാ. അപ്പൊ ഇനി മോട്ടർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാട്ടാ. അപ്പൊ ഇനി ഇത് നിങ്ങൾക്ക് അവർക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇപ്പൊ 1.5 കൊടുത്തേക്കണതേ. അപ്പൊ അവിടെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം, ഇവിടുന്ന് റെഡ്യൂസ് ചെയ്ത് പോകണം. കാരണം നമ്മ ഒന്നിന്റെ ആണല്ലോ കൊണ്ടുവന്നേക്കണത്. കംപ്ലീറ്റ് നല്ല VIP ഏരിയകളാണ്. അപ്പൊ നമ്മ ഇതിന്റെ അപ്പുറം നമ്മ ഒരു വീട്ടില് നമ്മ ഇതേപോലെ ഒരു സിലിണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സിലിണ്ടർ വെച്ച കെയർ ഓഫിലായി കട കെയർ ഓഫിലാണ് നമുക്ക് ഈ വർക്ക് വന്നേക്കണ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വന്നത്. നമ്മ ആ വീടൊക്കെ കാണിച്ചു തരാം. അവിടേക്ക് നമ്മ പോകുന്നുണ്ട്. അപ്പൊ ആ വീടൊക്കെ കാണിച്ചു തരാട്ടാ. വളരെ മനോഹരമായിട്ടുള്ള നല്ല സ്ഥലമുണ്ടാ കാണാനായിട്ട്. രാത്രിയൊക്കെ ഇവിടെ ഒരു കസേരൊക്കെ ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോണത് അറിയില്ല, അത്രയും നല്ല കാറ്റാണ്. എറണാകുളത്ത് നമ്മ ഒരുപാട് വർക്കുകൾ ചെയ്തിരുന്നിട്ട്. അപ്പൊ അതൊന്നും നമ്മ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. അപ്പൊ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എറണാകുളത്തെ സ്ഥിതി അറിയാലോ, വളരെ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ചെയ്യണത്. അപ്പൊ അവിടെ ഈ ക്യാമറ എടുക്കാനും മറ്റും പറ്റാത്തൊരു അവസ്ഥയാണ്. ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് അപ്പൊ അതൊക്കെ കൂടുതൽ ഒഴിവാക്കിയായിരുന്നു. ഇപ്പൊ എറണാകുളത്ത് നിന്ന് ഒരുപാട് കോളുകൾ വരാറുണ്ട്. നിങ്ങൾ എറണാകുളത്ത് വരുമോ, നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോളുകൾ നമ്മൾക്ക് വരാറുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ള ഒരുപാട് സ്ഥലത്ത് നമ്മ എറണാകുളത്ത് വെച്ചിട്ടുണ്ട്. കലൂര്, കടവന്തറ, ഇടപ്പള്ളി ഒക്കെ നമ്മ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കെയർ ഓഫിൽ തന്നെയാണ് ഇപ്പൊ ഈ വർക്കും വന്നേക്കുന്നത്. ഗ്രാവിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഈ കുറ്റി മോളിൽ കയറ്റിയത്. ഇതിന്റെ അടിയിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. ഇതൊക്കെ വാടക കൊടുത്തേക്കുന്നത് ഇതിന്റെ അടിയിലത്തെ ഫ്ലോറൊക്കെ. അപ്പൊ ഇത് ഇവിടെ വെച്ചോ, ഇത് നമ്മളെ ഭാഗത്തു നിന്നുള്ള എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവര് സ്റ്റാൻഡ് അടിച്ചിട്ട് അത് മോളിൽ കയറ്റിക്കൊണ്ട് നിന്നിട്ട് പ്ലംബറെ വിളിച്ചിട്ട് ഇത് ചെയ്തോണ്ടെന്നാണ് ഇക്ക പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ച് നമ്മ ഇത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾക്ക് ഇത് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടോർ ലൈനിൽ നിന്ന് വരുന്ന കണക്ഷനിൽ നിന്ന് നമ്മ ഇന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിപ്പോ മോട്ടോർ ലൈനിൽ നിന്ന് വരുന്ന കണക്ഷനാണ്. അത് നമ്മ അവിടെ കട്ട് ചെയ്തെങ്ങായിട്ടും നേരെ ഇന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മ ബാക്ക് വാഷ് ചെയ്ത് വെള്ളം എല്ലാം ക്ലിയർ ആയതിന് ശേഷം നമ്മ ഇത് ഊരിട്ടിട്ട് അത് നേരെ ഒരു കപ്ലിങ് ഇട്ടുങ്ങായിട്ടും കണക്ഷൻ കൊടുത്തിട്ടിട്ട് നമ്മ പോകട്ടോ. അപ്പൊ ഇന്നത്തെ വർക്ക് അതിന്. അപ്പൊ എറണാകുളത്ത് വർക്ക് ചെയ്യാറുണ്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ എറണാകുളത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കോളുകൾ എനിക്ക് വരണം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ എറണാകുളത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതിന്റെ വീഡിയോകളൊന്നും നമ്മ എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ തോന്നി എറണാകുളത്തുള്ള ആൾക്കാർ ഇങ്ങനെ കൂടുതൽ വിളിക്കുന്നുണ്ടപ്പോൾ ഇപ്പൊ എറണാകുളത്തു നിന്നുള്ള വർക്കുകൾ നമ്മൾ ഇടണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമ്മ എല്ലാ വർക്കുകൾക്ക് ആവശ്യമുള്ളവർ മിതമായ നിരക്കിൽ നമ്മൾക്ക് വാട്ടർ ഫിൽറ്റർ നിങ്ങളെ സ്ഥലത്ത് വന്നങ്ങായിട്ടും ചെയ്തു തരാൻ നമ്മ തയ്യാറാണ്. അപ്പൊ അതിന് താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യും. സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വിളിക്കുക, എന്ത് കാര്യങ്ങളും വിളിക്കുക. നമ്മൾക്ക് വിളിച്ചാൽ എപ്പോഴും ഫോൺ ചെയ്താൽ എപ്പോഴും കിട്ടണം എന്നില്ല, കാരണം മിക്കപ്പോഴും കോളുകളായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലും നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക, വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ടെസ്റ്റിംഗ് റിപ്പോർട്ട് നമ്മൾക്ക് വിടാം. ടെസ്റ്റിംഗ് റിപ്പോർട്ട് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. അതല്ലാതെ എൻ്റെ വെള്ളത്തിന് മഞ്ഞ നിറം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം മഞ്ഞ നിറം പല രീതിയിൽ സംഭവിക്കുക, ചെളി ഇറങ്ങിയിട്ട് സംഭവിക്കുക, ടർബിഡിറ്റി മൂലം വരാം. അതേപോലെ തന്നെ അയൺ കണ്ടന്റിന്റെ അധികം അയൺ കണ്ടന്റ് ഉണ്ടാവുമ്പോഴും നമ്മൾക്ക് മഞ്ഞ നിറം വരാം. അപ്പോൾ അതെന്തിൻ്റെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ടെസ്റ്റിംഗ് റിപ്പോർട്ട്, അകലമുള്ള ഒരു പ്രത്യേകിച്ച് ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഇറക്കണം. അകലങ്ങളിൽ പോകുമ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്തിട്ടോ നമ്മൾ പോവാറുള്ളൂ. ടെസ്റ്റിംഗ് റിപ്പോർട്ട് മേടിച്ച് പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അവസ്ഥ അവരെ കൊണ്ട് നമ്മൾ വീഡിയോ എടുപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. എന്നാലും നമ്മൾക്ക് അത് കറക്റ്റ് പ്രോസസ്സിങ്ങിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അകലങ്ങളിൽ നിന്ന് വിളിക്കുന്നവർ പരമാവധി വെള്ളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിൽ അതിൻ്റെ റിപ്പോർട്ട് വിടുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ വന്ന് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമെങ്കിലും എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങൾക്ക് വാട്ടർ ഫിൽറ്ററിൻ്റെ ആവശ്യം അവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കുക. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പരമാവധി നല്ല രീതിയിൽ മിതമായ നിരക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് പലയിടത്തും നമ്മൾ എറണാകുളത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ അവിടെ വന്ന് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അതിൻ്റെതായ സാഹചര്യം കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് രണ്ടു കൂട്ടർക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ക് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ ഇനി നമ്മ ഫിൽറ്റർ റിൻസിൽക്ക് ഇടാ. ബാക്ക് വാഷിംഗ് റിൻസിൽക്ക് 2-3 പ്രാവശ്യം ഇട്ട് നമ്മ ഇതിൻ്റെ ഉള്ളിൽ നടുക്കൊരു പൈപ്പ് ഇട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കും ഇതിൻ്റെ കച്ചറകൾ കയറും. അത് കളയാൻ വേണ്ടി റിൻസിൽ കയറും കേട്ടോ. ആ റിൻസിൽ പൈപ്പിൽ കൂടി തന്നെയാണ് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം കയറി വരുന്നത്. അപ്പോൾ ആദ്യം ആ റിൻസിൽ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം പുറത്തുനിന്ന് വെള്ളം എടുക്കാൻ കേട്ടാ. ഇനി നമ്മ ഫിൽറ്ററിൽ ഇടും കേട്ടാ. ഓക്കെ, വെള്ളം ഉണ്ടാകുന്നു. വളരെ ശുദ്ധമായ വെള്ളം ഉണ്ടാ. ഇത്രയും നമുക്ക് ഫിൽറ്റർ ചെയ്യുമ്പോൾ വെള്ളം കിട്ടണത്. ഒരു ചെറിയ മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊ അതൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം. കണ്ട അടിപൊളി വെള്ളം ഉണ്ടാ. അല്ല, വെള്ളം എടുത്തിട്ട് കൊതി മാറുന്നില്ല. വെള്ളം എടുത്തിട്ടേ കൊതി മാറുന്നില്ല. കുടിച്ചാൽ നല്ല അടിപൊളി വെള്ളം. ഓഫ് ചെയ്യാൻ പറയട്ടെ. ഫിൽറ്ററിലാണ് ഇപ്പൊ കിടക്കണം. ഫിൽറ്റർ 1-ാം നമ്പറിൽ ഉണ്ടാവും, ഫിൽറ്ററിന്നുണ്ടാവും. ഇതിലായിരിക്കുള്ളൂ ഓൾറെഡി നമ്മ ഇട്ടേക്കണത്. അപ്പൊ നമ്മൾക്ക് ആഴ്ചയിൽ സമയമാകുമ്പോൾ ഫിൽറ്റർ ചെയ്യേണ്ടത് ഈ ഹാൻഡിൽ ഉണ്ടല്ലോ, ഈ ഹാൻഡിൽ അല്പം താഴോട്ട് താത്താം. മുകളിലോട്ട് പൊക്കരുത്, താഴ്ത്തണം. താഴോട്ട് താത്തിയിട്ട് ഇങ്ങനെ താത്തിയിട്ട് നമ്മ ആന്റി ക്ലോക്ക് വൈസിൽ ഇത് തിരിക്കുക. ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് 2-ാം നമ്പറിലേക്ക് ഇടാം. ഉണ്ടാ ബാക്ക് വാഷ് എന്നാണ് 2-ാം നമ്പർ എന്ന് പറഞ്ഞാൽ ബാക്ക് വാഷാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലെ കച്ചറയും കാര്യങ്ങളൊക്കെ പോകുന്നത് ബാക്ക് വാഷ് വഴിയാണ്. കുറച്ചു നേരം ഇടുമ്പോ ഈ വെള്ളം തെളിഞ്ഞു വരും. വെള്ളം തെളിഞ്ഞതിന് ശേഷം നേരെ ഇതെന്ത് ചെയ്യുക, 3-ാം നമ്പറിലേക്ക് ഇടാം. 3-ാം നമ്പർ എന്ന് പറഞ്ഞാല് റിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോന്നാണ്, ഇതിന്റെ ഈ സെൻട്രിൽ വരുന്ന പൈപ്പുകളിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ റിൻസിലേക്ക്. ഈ പൈപ്പിന്റെ ഉള്ളിലെ എല്ലാ അഴുക്കുകളും സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് ശുദ്ധമാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഫിൽറ്ററിലേക്ക് ഇടാം. ഫിൽറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. ഇതാണ് നമ്മൾക്ക് ബാക്ക് വാഷ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മ ഫിൽറ്ററിലായിരിക്കും കിടക്കുന്നത്. ഫിൽറ്ററിൽ നിന്ന് നേരെ ഇത് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് നേരെ തിരിച്ചിട്ട് 2-ാം നമ്പറിലേക്ക് കൊണ്ടുവന്നിടുക. 2-ാം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വാഷ്. 2-ാം നമ്പർ ബാക്ക് വാഷ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും ബാക്ക് വാഷ് ഉണ്ടാവും. ഈ ബാക്ക് വാഷിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പോയിട്ട് വെള്ളം
തെളിയുന്നതിന് ശേഷം നമ്മൾ റിൻസിലേക്ക് ഇടാം. റിൻസിൽ ഒരു 2 മിനിറ്റ് ഇട്ടാൽ മതി, ഒരു ഇത്തിരി നേരം ഇട്ടാൽ മതി, ഈ പൈപ്പിൻ്റെ ഉള്ളിലെ വെള്ളം പോകാൻ മാത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫിൽറ്ററിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് ബാക്ക് വാഷ് ചെയ്യേണ്ട രീതി. പലരും നമ്മളോട് ഫിൽറ്ററിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാലും ചിലവർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞാൽ ബാക്ക് വാഷ് ചെയ്യണം എങ്ങനെയെന്ന് കോൾ ചെയ്ത് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് അറിയില്ല. ഇനി ഇത് മോട്ടർ ലൈനിലാണ് കൊടുക്കണമെങ്കിൽ മോട്ടർ ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ ബാക്ക് വാഷിങ് നടക്കുള്ളൂ. ചിലർക്ക് നമ്മൾ മോട്ടർ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് മോട്ടർ ഒന്നും ഓൺ ആക്കാണ്ട് വെറുതെ തിരിച്ചു കഴിഞ്ഞാലൊന്നും ഇതിലെ വെള്ളം വരില്ല, കാരണം മോട്ടർ ലൈനിലല്ല. അപ്പം മോട്ടർ ലൈനിൽ നിന്നുള്ള വെള്ളം ഇതിലെ വന്നാലോ നമ്മൾക്ക് ഈ ബാക്ക് വാഷ് നടക്കുള്ളൂ. അപ്പൊ ടാങ്കിലാണെങ്കിൽ അത് വിഷയമില്ല. ടാങ്കിലാണെങ്കിൽ ടാങ്ക് ആദ്യം ഫുള്ളാക്കുക, വെള്ളം ഫുള്ളാക്കിയതിന് ശേഷം ബാക്ക് വാഷിങ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ പ്രൊസീജിയർ. അപ്പൊ ആദ്യം ടാങ്ക് ഫുള്ളാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. മറ്റേ മോട്ടർ ലൈനിലാണെങ്കിൽ മോട്ടർ ഓൺ ആക്കിയിട്ട് ബാക്ക് വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അതെ. ഞാനിപ്പോ അവിടെ കൂടുതൽ സാധനങ്ങൾ കയറ്റിയിരുന്നു ചെയ്തേക്കുന്നത് അവിടെ. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അപ്പേ നമുക്ക് വർക്കുകൾ ഇവിടെ നമ്മ മുമ്പ് ചെയ്ത വർക്ക് ഉണ്ടത് കലൂര് സ്റ്റേഡിയം ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട്. കലൂര് റെയിൽവേ സ്റ്റേഷൻ അല്ലത്, നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുണ്ട് നമ്മ നിക്കണത്. അപ്പൊ ഈ കട വീട്ടിൽ നമ്മ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മ വെച്ചതാണ്. അപ്പൊ പുള്ളിക്കാരന്റെ കെയർ ഓഫിലാണ് ഈ കടയുടെ അപ്പുറത്തുള്ളത്. ആ കടയുടെ ഓണറെ വീട്ടിൽ നമ്മിപ്പോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ ഇക്കാക്ക് എല്ലാ രീതിയിലും നമ്മ നന്ദി അറിയിക്കണ്ട. അപ്പൊ നമ്മളിലുള്ള ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് തന്നത്. അപ്പൊ അത് നമ്മ നല്ല രീതിയിൽ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന്റെ വർക്കിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നതിന് മുമ്പ് കാര്യം പറയിക്കാനോടാണ്. അപ്പൊ ആ ഒരു വർത്താനം ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല. എന്നാലും നമ്മ അതൊക്കെ സൂക്ഷിച്ച് നല്ല രീതിക്ക് വീട്ടുകാരനും ഹാപ്പി ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇൻഷാല്ലാ. അപ്പൊ അതൊക്കെ നല്ല വൃത്തിക്ക് നടന്നിട്ടുണ്ട്. 8 മാസം മുമ്പ് ചെയ്ത് കുറ്റിന് ഇരിക്കണത്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ഇതിലാണ് നമ്മ എപ്പോ വിളിച്ചാലും നമ്മ ഫോൺ എടുക്കുന്ന ആളായതുകൊണ്ടും സംശയങ്ങള് എപ്പ വിളിച്ച് ചോദിച്ചാലും ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളിലൊരു വിശ്വാസം വന്ന് വർക്ക് തന്നിട്ടുള്ളത്. ഇക്കാക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വന്നത് കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാം വന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ നല്ല കേസ് കെട്ടും ഇനിയും വരട്ടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പോട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിൽ ഒരാളെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്ന വർക്കാണ്. അപ്പൊ കലൂരില് മാത്രല്ല, ഇപ്പൊ നമ്മ കടവന്ത്രയെ വന്നിട്ട് കുറച്ച് കടവന്ത്രയെ വന്നിരുന്നു. അതല്ലേ, ഇവിടെ കടവന്ത്രയില് നമ്മ ഒരു വർക്ക് ചെയ്ത് എടപ്പള്ളി ചെയ്ത്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞോട്ടെ, അപ്പൊ ഇത് ഇവിടെ ഈ പുള്ളിക്കാരന്റെ കടയില് കട നടത്തുന്ന ആളിന് മൂപ്പരാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞിട്ടുള്ള അറിവിലാണ് ഇപ്പൊ നമ്മ പുള്ളിക്കാരന്റെ വീട്ടിൽ നമ്മ വെച്ചേക്കണ കേട്ടാ. അപ്പൊ അവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ അവിടെ നമ്മ മോട്ടർ ലൈനിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി വന്നത്. അപ്പൊ പുള്ളിക്കാരൻ അത് മുകളിലേക്ക് എത്തിച്ച് ഗ്രാവിറ്റി കൊടുക്കേണ്ട രീതിക്ക് ആക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതിന് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുമ്പോ നല്ല ഇനിയിപ്പോ സെറ്റ് ചെയ്യണ ബുദ്ധിമുട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മ ഒന്ന് സെറ്റ് ചെയ്ത് തരാനും പ്രശ്നമൊന്നുമില്ല കേട്ടാ. നമ്മൊരു വർക്ക് ചെയ്യണത് അത് ഇനിമേല് നമുക്ക് നമ്മ ഇതുകൊണ്ട് നിർത്തുന്നില്ല. നമ്മ 1 വർഷം 2 വർഷം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ ഈ വർക്ക് ചെയ്യണത്. വർഷങ്ങളോളം നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഇതിലാണ് നമ്മ വർക്കുകളൊക്കെ ചെയ്യണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് അഡ്വൈസ് തരാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി എന്താണ് മേലെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്തും തരാം. ഇനിയിപ്പോ വേറെ അവര് പ്ലംബിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോ. പ്ലംബിംഗുകാര് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അവര് ചെയ്തോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അവിടെ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതല്ല അവര് പറഞ്ഞാൽ അവരെന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഒന്ന് വെച്ചോ നമ്മ ഒന്ന് ചെയ്തുതരാം കേട്ടാ. അപ്പൊ പുള്ളിക്കാരൻ എന്നിട്ട് നമ്മളെ കസ്റ്റമർ ഇട്ടാ. അപ്പൊ ഇൻഷാല്ലാ എല്ലാ വിധയിലും നമ്മ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മ നിർത്തുന്നു. ഓക്കെ.